എല്ലാവർക്കും നമസ്കാരം. 18 വർഷങ്ങളോളമായിട്ട് സേവാഭാരതി കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന അന്നദാന മഹായജ്ഞത്തിൻ്റെ റിസപ്ഷനാണിത്. കാര്യാലയം രജിസ്ട്രേഷൻ വിഭാഗമാണ് ഇവിടെ ഉള്ളത്. എത്തിച്ചേരുന്ന അമ്മമാരുടെയൊക്കെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആയുർവേദ വിഭാഗം, അലോപ്പതി വിഭാഗമൊക്കെ ഇവിടെ ചികിത്സ, ആയുർവേദം, അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങളിലൊക്കെ ഇവിടെ ചികിത്സ നടക്കുന്നുണ്ട്. സൗജന്യ ഹോമിയോ മെഡിക്കൽ വിഭാഗം. നമ്മുടെ പാർവതി ചേച്ചി നമ്മുടെ അന്നദാന മഹായജ്ഞത്തിൻ്റെ പണിപ്പുരയിലാണ് ഇവരെല്ലാവരും. നാളത്തേക്കുള്ള പച്ചക്കറി അരിയുന്ന തിരക്കിലാണ്. ഹായ്. വലിയൊരു മാതൃസമിതിയുടെ കൂട്ടായ്മയാണ് നമ്മുടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ ഇത്രയധികം വളരെയധികം വിശാലമായ രീതിയിൽ ലോകത്തിന് മാതൃകയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. യെസ്, മാതൃസമിതിയിൽ എല്ലാവർക്കും ഹായ്. ഇവരെല്ലാവരും നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിയുന്ന തിരക്കിലാണ്. നമ്മുടെ മാതൃസമിതിയിലെ പ്രിയപ്പെട്ട എല്ലാവരും ഇവരുടെയൊക്കെ ഗംഭീരമായ പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ ഇത്രയും വലിയൊരു മഹായജ്ഞത്തിൻ്റെ വിജയത്തിന് കാരണമാകുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അവരുടെ അടുത്തേക്ക് അധികം പോകാൻ പറ്റില്ല, അവർ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഹായ്. സേവനത്തിന് വന്ന അമ്മമാരൊക്കെയാണ്, അവരൊക്കെ റെസ്റ്റ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ അന്നദാന യജ്ഞപ്പന്തൽ. അന്നദാന മഹായജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് 3 ദിവസവും കാലത്തെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് ഭക്ഷണം കൊടുക്കുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അന്നദാന മഹായജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ കലവറയാണ്. പ്രാദേശിക കലവറകളിൽ നിറച്ചിട്ടുള്ള ഇതെല്ലാം. സ്കൂൾ അവധിയായതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഹായ് ഹായ്. അവരൊക്കെ സ്കൂൾ അവധിയായതുകൊണ്ട് ഇനി 3 ദിവസം ഇവിടെ ഹാജരായിരിക്കില്ലേ? ആ, ഇവിടെ പണിയെടുക്കുന്ന സേവകർക്ക് മോരും വെള്ളവും എന്തൊക്കെയാണ്, നാരങ്ങ വെള്ളം, മോരും വെള്ളമാണ് ഇവിടെ ഉള്ളത്. ആ, കുറച്ച് നേരം കഴിയുമ്പോൾ ചായ തരും ഞങ്ങൾക്ക്. അങ്ങനെ പ്രവർത്തനങ്ങൾ ഉഷാറായിട്ട് നടക്കുകയാണ് ഇവിടെ. ഇതാണ് നമ്മുടെ പാചകശാല. ഇനി 3 ദിവസവും തുടർച്ചയായിട്ട് നടക്കുന്ന പാചകശാലയാണിത്. മൂന്ന് ദിവസം അടുപ്പ് പുകഞ്ഞുകൊണ്ടേയിരിക്കും. വിറകില വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് വിറക് അങ്ങനെ തന്നെയാണ് കത്തിക്കുന്നത്. ഇപ്പോൾ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഹായ് 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 ഹായ്. അതിൽ ഇട്ട് വയ്ക്കാം. അതിൽ ഒഴിച്ചു വെക്കണം. ആ ഇല്ല, ആ പറഞ്ഞിട്ട് വേണോ അല്ലേ? അല്ല, നേരത്തെ എടുത്ത് അല്ല, ആ അത് കാലത്തെ ഒന്ന് എടുത്തു പോയതാണ്. സെക്ഷൻ 2 ആണ്. കാലത്തെ മുതലുണ്ടാക്കിയ ചോറൊക്കെ തീരാൻ പോണ ഭാഗമാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത തന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് പിന്നെയും നിറയും. അതെ, ഞങ്ങളുടെ അരി തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചേട്ടന്മാർ പറയണേ.
സെക്ഷനാണ്. നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല. പാത്രം കഴുകുന്നവർ, ധാരാളം സേവകരുണ്ട് പാത്രം കഴുകാനും ഗ്ലാസ് കഴുകാനുമായിട്ട്. ശുദ്ധജലത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചാ അവിടെ പ്രധാന പ്രവർത്തകരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേട്ടക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ പോകുന്നവരാണ്. ഹായ്. ചേട്ടൻ്റെ ആളുകളെ കണ്ടു കിട്ടിയാ? പെട്ടെന്ന് ഉണ്ടായിരുന്നു.